സന്തോഷത്തിന്റെ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തുമുള്ളത്. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലുമെല്ലാം നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആയി കഴിഞ്ഞിരിക്കുന്നു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. സന്തോഷത്തിന്റെ ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് മലപ്പുറത്തെ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും ഒക്കെയുള്ള നമസ്കാരങ്ങളെ കുറിച്ച്, അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ലഹരിക്കെതിരായ പോരാട്ടം, അത് ആ ഒരു സന്ദേശം ഉയർത്തിക്കാട്ടേണ്ട ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത് അല്ലേ? ഒരിക്കൽ കൂടി ആശംസകൾ ആര്യ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലാണ്. മലപ്പുറത്ത് ഏറ്റവും അധികം ആളുകൾ ഉൾക്കൊള്ളുന്ന, പങ്കെടുക്കുന്ന, ഈദ്ഗാഹ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദ്. ഇവിടെ 7:30-ക്കാണ് ഈദ്ഗാഹ് പെരുന്നാൾ നമസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളാണ് ഈ ഒരു ഈദ് ദിനത്തിലെ പ്രാർത്ഥനകൾക്കും പ്രഭാഷണങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടുകാരുടെ കൈയൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ ഇട്ട് നടന്നു വരുന്നതിൻ്റെ നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ് അവരൊക്കെ വരുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് ഈ പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഈ 30 ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം വരുന്ന പുണ്യ ദിവസമാണ്. അന്ന് പുതിയ ഉടുപ്പിട്ട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പ്രാർത്ഥനകൾക്ക് ശേഷം വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് കൂട്ടുകാരെയൊക്കെ കണ്ട് സുഹൃത്ത് സംഗമങ്ങളൊക്കെ നടത്തി ബന്ധുക്കളെ അടുത്തൊക്കെ പോയി, അതേപോലെ ചിലരൊക്കെ വിനോദസഞ്ചാരം ടൂറൊക്കെ പോയി അങ്ങനെ ആഘോഷിക്കുക. ഈ 1-2 ദിവസം പെരുന്നാളിൻ്റെ ആഘോഷമൊന്നും ഒരു ദിവസം മാത്രം തീരില്ല, 2 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ മലപ്പുറത്തൊക്കെ പ്രത്യേകിച്ചും പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള യാത്രകളും സുഹൃത്ത് സംഗമങ്ങളൊക്കെ ആയിട്ടാണ് വലിയ ആഘോഷമാകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരേപോലെ പങ്കുവെക്കുന്നൊരാശങ്ക ലഹരിയുടെ ഒരു വ്യാപനമാണ്. അപ്പോൾ ഇന്ന് മിക്ക ഇടങ്ങളിലും പെരുന്നാൾ സന്ദേശത്തിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞകൾ, ലഹരിക്കെതിരായ സന്ദേശങ്ങൾ, ലഹരിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ പല ദിവസങ്ങളിലും ഈ പ്രാർത്ഥനകളെക്കുറിച്ചും അതേപോലെ പ്രത്യേക ദിവസങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പള്ളികളിൽ വരുമ്പോൾ പള്ളികളിലെല്ലാം മുഴങ്ങി കേൾക്കുന്ന ഒന്ന് ലഹരിക്കെതിരായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ആവശ്യം, പ്രത്യേകിച്ച് അതിനൊക്കെ ഏറെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ലഹരിക്കെതിരെ എല്ലാവരും അണിനിരക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം, അത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. പള്ളികളിലേക്ക് പുരോഹിതരും അതേപോലെ തന്നെ വിശ്വാസികളും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 7:30-യോടെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. മലപ്പുറത്ത് മിക്ക ഇവിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഈദ്ഗാഹൊക്കെ ഒരുക്കിയിട്ടുള്ളത്. 7:30-യോടെ തുടങ്ങും. മഞ്ചേരിയിലൊക്കെ അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേക ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. സാധാരണയൊക്കെ കാലാവസ്ഥ പലപ്പോഴും ഈ പബ്ലിക്കായിട്ട് പൊതുവിടങ്ങളിൽ നടത്തുന്ന ഈദ്ഗാഹിനൊക്കെ തടസ്സമുണ്ടാക്കാറുണ്ട്. വേനൽ മഴയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അങ്ങനത്തെ യാതൊരു ആശങ്കയില്ല. തെളിഞ്ഞ അന്തരീക്ഷം. രാവിലെ തന്നെ എല്ലാവർക്കും വളരെ എന്താ പറയുക, ആശ്വാസകരമാവുന്ന, കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സാഹചര്യങ്ങളാണ് നമുക്ക് മലപ്പുറത്ത് കാണാൻ കഴിയുന്നത്. 1 മണിക്കൂറുകളിൽ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയുടെയും സുഹൃത്ത് സംഗമങ്ങളുടെയൊക്കെ കൂടുതൽ സന്തോഷകരമാവുന്ന ദൃശ്യങ്ങളൊക്കെ പങ്കുവെക്കാനാകും. എന്താണെങ്കിലും പള്ളികളിലേക്ക് വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ മലപ്പുറം ഗ്രാൻഡ് ജുമാ മസ്ജിദ്, മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ. അതെ, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. മലപ്പുറത്തെയും കൊച്ചിയിലെയും ഒക്കെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ TV സ്ക്രീനിൽ കാണുന്നത്. എങ്ങും തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം, പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നു. ഇനി നമുക്ക്